എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ചിനുള്ളത് ബ്രിഞ്ചാൾ ഗ്രേവിയാണ് കേട്ടോ. ഡ്രൈ ഗ്രേവിയാണ്. അതിന് ഫസ്റ്റ് നമ്മൾ കത്തിരിക്ക അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കണം. ഉപ്പുവെള്ളത്തിലിട്ടതിൻ്റെ ശേഷം നല്ല പുഴിഞ്ഞിട്ട് ഓയിലിട്ട് കൊടുക്കണം. അതിൻ്റെ മേലെ ഓയിലിട്ട് കൊടുത്തതിൻ്റെ മേലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ മേലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. നല്ലൊന്ന് ഫ്രൈ ചെയ്യണേ. ടേസ്റ്റ് ആയിട്ടാണ്, വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ഇത് ബ്രിഞ്ചാൾ ഡ്രൈ ഗ്രേവിയാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഇത് നല്ല ടേസ്റ്റാണ്. ഗ്രേവിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കി, ഇഷ്ടപ്പെടും എല്ലാവർക്കും. ആർക്ക് കത്തിരിക്ക ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കി. നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. മെയിൻ അതിൻ്റെ മസാലയാണ് കേട്ടോ. കൂടുതലൊന്നുമില്ല മസാല, കുറച്ച് തന്നെ ഉള്ളൂ. അതിന് ഫസ്റ്റ് ചെറിയ ജീരകം ഇടുക കേട്ടോ. ചതച്ചെടുക്കാനേ പാടുള്ളൂ. ചെറിയ ജീരകം ഇട്ടതിൻ്റെ ശേഷം പച്ചമുളക് ഇട്ടെടുക്കാം, ഇഞ്ചി ഇട്ടെടുക്കാം, പച്ചമുളക് ഇട്ടെടുക്കാം, വെളുത്തുള്ളി ഇട്ടെടുക്കാം, പിന്നെ കടല ഇട്ടെടുക്കാം കേട്ടോ. വേർക്കടല, പിന്നെ മല്ലിയില. ഇത് നമുക്ക് നല്ല ചതച്ചെടുക്കാവേ. നല്ല ഫ്രൈ ആയിട്ടോ. ഇത് പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. കുറച്ച് കടുക് ഇട്ടെടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഫ്രൈ ആവട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തു. അത് നല്ലൊന്ന് ഫ്രൈ ആവട്ടെ, പച്ചമണം മാറട്ടെ. അതിൻ്റെ കൂടെ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം, നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചതച്ച് വെച്ച മസാലയിൽ ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മണമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് മണം തന്നെ നല്ല ഉണ്ട്. നല്ല ടേസ്റ്റാണ് മണം തന്നെ. അരച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. ഈ ഗ്രേവിയിൽ വറുത്ത് വെച്ച കത്തിരിക്ക ഇട്ട് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. തിന്നാൽ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെ തിന്നാം, ദോശൻ്റെ കൂടെ തിന്നാം, ചോറിൻ്റെ കൂടെ തിന്നാം, ബിരിയാണീൻ്റെ കൂടെ തിന്നാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് അടച്ച് വെക്കാം, ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. അതിൻ്റെ ശേഷം നോക്കാം. ഗ്രേവി റെഡി ആയിട്ടോ. ഡ്രൈ ഗ്രേവി, വൈതലങ്ങ ഡ്രൈ ഗ്രേവി കേട്ടോ. മേലെ കുറച്ച് മല്ലിയില പിച്ചിട്ട് കൊടുക്കാം. പാത്രത്തേക്ക് മാറ്റി വെച്ചു. നല്ല
നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.